കലാപ്രവർത്തകർക്ക് അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് കലാകാരന്റെ ഒരു അവകാശം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ സെൻസറിംഗ് സംവിധാനങ്ങളോട് അനുഭാവമുള്ള ഒരാളല്ല ഞാൻ. എങ്കിൽ പോലും നമുക്കൊരു നിയതമായ ഒരു സംവിധാനം നമുക്കുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ഒരു ഇതിലുള്ളതാണ് നമ്മുടെ ഒരു സെൻസർ ബോർഡ് സംവിധാനമൊക്കെ. ആ സെൻസർ ബോർഡിന്റെ സംവിധാനങ്ങളുടെ അനുമതി നേടി കേരളത്തിൽ പ്രദർശനത്തിലെത്തിയ ഒരു സിനിമ. ഈ സെൻസർ ബോർഡിന്റെ ഒരു രാഷ്ട്രീയമൊക്കെ പൊതുസമൂഹത്തിനും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ഉള്ളത് ആരൊക്കെയാണ്, അവരുടെ ഒരു രാഷ്ട്രീയ നയങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ബോർഡിന്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് അവർ അതിനകത്ത് കണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി അതെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷമാകണം അവരുടെ നിർദ്ദേശങ്ങൾക്കൊക്കെ അനുസൃതമായിട്ടാണ് ഒരു പ്രദർശന അനുമതി സെൻസർ ബോർഡ് നൽകുന്നത്. അങ്ങനെ അനുമതി കിട്ടി ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ. അപ്പോൾ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനം അവർക്കുണ്ടായത് എന്നുള്ളത്, അത് അതിനകത്തൊക്കെ ചില രാഷ്ട്രീയമുണ്ടാകാം.